മൾട്ടിപ്ലിക്കേഷന്റെ ഒരുപാട് ഷോർട്ട് കട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിലൊരെണ്ണം 5-ൽ അവസാനിക്കുന്ന സംഖ്യകൾ, പ്രത്യേകിച്ച് 15 കൊണ്ട് ഗുണിക്കാൻ, ഒരു സംഖ്യനെ 15 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാം. ഉദാഹരണത്തിന് 36 ഗുണം 15 അല്ലെങ്കിൽ 18 ഗുണം 15, 27 ഗുണം 15 എന്നൊക്കെ തരുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഒരു സംഖ്യനെ, ഏതൊരു സംഖ്യനെയും 15 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ, ഇവിടെ ഉദാഹരണം 8നെ 15 കൊണ്ട് ഗുണിക്കേണ്ടി വന്നാൽ, ഒരു നമ്പറിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്പറിനോടൊപ്പം അതിന്റെ പകുതി കൂട്ടുക. അതായത് ആ സംഖ്യയോടൊപ്പം അതിന്റെ പകുതി കൂട്ടിയിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. അതായത് 8നെ 15 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ 8നോടൊപ്പം 8ന്റെ പകുതി 4 അല്ലേ? അപ്പൊ 8നോടൊപ്പം 8ന്റെ പകുതി കൂട്ടുക, ഒരു 0 ഇട്ട് കൊടുക്കുക, 120 എന്ന് കിട്ടും അല്ലെ? ഇവിടെ 16നെ 15 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ 16നോടൊപ്പം 16ന്റെ പകുതി എത്രയാ? 8 അല്ലേ? അപ്പൊ 16നൊപ്പം 16ന്റെ പകുതി കൂട്ടുക, 16ഉം 8ഉം കൂടെ കൂട്ടിയാൽ 24, എന്നിട്ട് അവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ 240 എന്ന് കിട്ടും ഉത്തരം. അപ്പൊ 16 × 15 240 എന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ? മൂന്നാമത്തത് 13 ഗുണം 15. 13 എന്ന് പറയുമ്പോൾ 13ന്റെ ഹാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 13ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാ? 6.5 അപ്പൊ 13നോടൊപ്പം 13ന്റെ പകുതി 6.5 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19.5. 19.5യുടെ കൂടെ ആ 0 കൂടെ ഇടുമ്പോൾ ആ ദശാംശം അങ്ങ് ക്യാൻസൽ ആവും, ഡെസിമൽ അങ്ങ് ക്യാൻസൽ ആവും. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 195 എന്ന് ഉത്തരം കിട്ടും അല്ലെ? ഇപ്പൊ 18 ഗുണം 15 ആണ് കാണാൻ പറയുന്നെങ്കിൽ 18നോടൊപ്പം 18ന്റെ പകുതി 9, 18നോടൊപ്പം 18ന്റെ പകുതി 9 കൂട്ടുമ്പോൾ എന്താ വരിക? 27, കൂട്ടത്തിലൊരു 0 കൂടെ. അപ്പോ ഏതൊരു സംഖ്യനെയും 15 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ആ സംഖ്യയോടൊപ്പം അതിന്റെ പകുതി കൂട്ടുക, ഒരു 0 ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ?